ലാൽ സലാം റീ റിലീസ് ചിത്രങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറുകയാണ് രാവണപ്രഭു. സിനിമ 4-ാം ദിനമായ തിങ്കളാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ലഭിച്ചത്. 308ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 16,000-ഓളം ടിക്കറ്റുകളാണ് ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നത്. 24,43,000 രൂപയാണ് സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷനായി വന്നത്. അതായത് ഏകദേശം 40 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ വന്നു എന്നുള്ളതാണ് അപ്ഡേറ്റുകൾ. 20% ഒക്യുപ്പൻസി. ഞായറാഴ്ച 70 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. 44,000-ന് മുകളിലുള്ള ആളുകൾ കണ്ടു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശനിയാഴ്ച 38,500ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ 61,16,000 രൂപയോളം ട്രാക്ഡ് കളക്ഷനിലൂടെ വന്നു. ആദ്യ ദിനമായ വെള്ളിയാഴ്ച 336 ഷോകളിൽ നിന്ന് 38,000ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തു. 59,16,000ഓളം ടിക്കറ്റുകൾ. അതായത് കറക്റ്റായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റുകളിൽ നമുക്ക് വരുന്നത് മറ്റൊന്നുമല്ല. ആദ്യ ദിനം 70 ലക്ഷം രൂപയാണെങ്കിൽ 2-ാം ദിനം 80 ലക്ഷം രൂപയ്ക്ക് വരുന്നു. 3-ാം ദിനം 85 ലക്ഷം രൂപയ്ക്കും 90 ലക്ഷം രൂപയ്ക്കും അടുത്ത് വരുമ്പോൾ ഇന്ന് 40 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ വരുന്നു. 2,15 ലക്ഷം രൂപയാണ് ട്രാക്കിംഗ് മുഖാന്തരം വന്നെങ്കിൽ 3,4 കോടി കടന്നു എന്നുള്ള കണക്കുകൾ പുറത്തു വരികയും ചെയ്യുന്നു. ഇതിനോടകം തന്നെ പുതിയ റെക്കോർഡും സിനിമ തൂക്കിയിരിക്കുകയാണ്. 1 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു ഈ ഒരു ചിത്രത്തിന്. ട്രാക്കിങ്ങിലൂടെ മാത്രമേ 1,36,757ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ മാത്രം 1,400 ഷോകളാണ് സിനിമയ്ക്ക് ഇതുവരെ നടന്നിരിക്കുന്നത്. ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം ഇന്നലെ ഭീകര തിരക്ക് തന്നെയായിരുന്നു. വെറും ഭീകര എന്നല്ല, അതിഭീകര തിരക്ക് തന്നെയായിരുന്നു. ബുക്ക് മൈ ഷോയിലും സിനിമ ട്രെൻഡിങ് ആണ്. വമ്പൻ റിലീസുകൾക്കിടയിൽ ഈ ഒരു സിനിമ അങ്ങനെ ഒരു കാര്യമാണ് തൂക്കിയിരിക്കുന്നത്. റീ റിലീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സക്സസ് മൂവി ആകാൻ പോകുന്നു. ഇതിനോട് അടുത്ത് തന്നെ മോഹൻലാലിൻ്റെ തുടർച്ചയായി അടുത്തുള്ള സിനിമകളും വരാൻ പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്താണേലും രാവണപ്രഭു റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. അതായത് ഇന്നും കവിതയിൽ രാത്രി 12 മണിയുടെ ഷോ ഫുള്ളായിരിക്കുന്നു എന്നുള്ളതാണ്. നാളെയും സിനിമയ്ക്ക് മികച്ച രീതിയിലാണ് ഈവനിങ് ബുക്കിംഗ് എല്ലാം തന്നെ നടക്കുന്നത്. വനിതാ വിനോദിത പോലെയും ഫോറം തിയേറ്ററുകളിലും ഈവനിങ് ഷോസ് എല്ലാം തന്നെ ഫുള്ളായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ടിക്കറ്റ് കിട്ടാൻ മോർണിംഗിലുള്ളത് മാത്രമാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഗംഭീര തിരക്കായിട്ട് തന്നെയാണ് ചൊവ്വാഴ്ച ദിനത്തിലും ഈ സിനിമ പോകുന്നത്. ആഘോഷം, ആർപ്പുവിളി എല്ലാം ഈ ഒരു സിനിമയുടെ മുഖമുദ്രയായി മാറുകയാണ്. അതെ, ഒരു റീ റിലീസ് ചിത്രം ഇറക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കണം. ഒരു റിലീസ് ചിത്രത്തിനും ഇങ്ങനെ തന്നെ വേണം. ഇത് ബാക്കിയുള്ള ആളുകളെല്ലാം കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. മോഹൻലാൽ ഈ വർഷം തൂക്കി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2025 കംപ്ലീറ്റ്ലി എ മോഹൻലാൽ ഇയർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. ഇനിയുള്ള 2 മാസം നിൽക്കുന്നു. ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇക്കഴിഞ്ഞ 10 മാസവും മോഹൻലാൽ തന്നെ കൊണ്ടുപോയതാണ്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമൊക്കെയായി. വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് വേണ്ട സമയമാണ്. ലാൽ സലാം.